എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്കറിയാം മാർക്കറ്റ് നല്ല രീതിയിൽ കയറി പോകുന്നു ഉണ്ട്. പിന്നെ നമ്മളുടെ GDP പ്രതീക്ഷിച്ചതിൽ കൂടുതൽ GDP ഉയർന്നു നിൽക്കുന്നു. അതുകൂടാതെ ഇലക്ഷൻ വരുന്നു. ഇലക്ഷൻ്റെ ആ ചൂട് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മിഡ് ക്യാപ്പ് ഓഹരികളൊക്കെ നല്ല രീതിയിൽ കയറിപ്പോയി കഴിഞ്ഞ 1-2 മാസമായിട്ട്. അപ്പോൾ അതിനെ തടയിടാനായിട്ട് സെബി ചില റൂളുകൾ കൊണ്ടുവന്നു. അതായത് മ്യൂച്വൽ ഫണ്ടുകാരോട് മിഡ് ക്യാപ്പ് ഓഹരികൾ മേടിക്കുന്നത് ശ്രദ്ധിക്കാൻ പറയും. അപ്പോൾ അതിനുശേഷം അത് നല്ല ഇടിവുകളും ഉണ്ടായി. അതിനുശേഷം നമ്മളെ റെയിൽവേ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സൂര്യോദയ പദ്ധതി മുഖേന സോളാർ എനർജി ആയ റിലേറ്റഡ് ആയ ഓഹരികളും കയറിപ്പോയി. അങ്ങനെ ഒരു സംഭവബഹുലമായ മാർക്കറ്റാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഇനി ഒരു കറക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അത് ചിലപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ കറക്ഷൻ സംഭവിച്ചിട്ട് ഇലക്ഷൻ്റെ സമയത്ത് കയറി പോകാം. നമുക്ക് മാർക്കറ്റാണ്, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ലാഭമെടുപ്പ് കഴിഞ്ഞിട്ട് പുതിയ സർക്കാർ വരുമ്പോൾ ഒരു നല്ല രീതിയിൽ കുതിച്ചുയർന്നിട്ട് അവിടെ നിന്ന് ഒരു കറക്ഷൻ വരാം. കാരണം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ടുകാർക്കും അല്ലെങ്കിൽ FIനും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഓപ്പർച്യൂണിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാഞ്ഞൂലിനും പത്തി വയ്ക്കുന്ന കാലമാണ് ഓഹരി വിപണിയിൽ ഒരു ബുൾ റൺ എന്ന് പറയുന്നത്. അടിത്തറ ശക്തമല്ലാത്ത കുഞ്ഞൻ ഓഹരികൾ പോലും കോടികളുടെ കടക്കണി നഷ്ടങ്ങളും കണക്ക് പുസ്തകമുള്ള കമ്പനികളുടെ ഓഹരികൾ വരെ വിപണിയിൽ ആ ഫണ്ടിൻ്റെ കുത്തൊഴുക്കിൻ്റെ ഓളത്തിൽ അങ്ങനെ കയറിപ്പോകും. കോവിഡ് കാലത്തെ കൂപ്പുകുത്തലിന് ശേഷം ഏകദേശം 2020 മാർച്ച് മുതൽ 2020 ജനുവരി വരെ ഇങ്ങനെ ഒരു നല്ലൊരു ബുൾ റണ്ണിങ്ങിൻ്റെ കാലമായിരുന്നു. പുതുതായി വിപണിയിലെത്തിയ പലർക്കും നല്ല ലാഭം ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നീട് കുറച്ചു കാലം കയറിയും ഇറങ്ങിയും മാർക്കറ്റ് ഇങ്ങനെ കടന്നുപോയി. പിന്നെ അതിനുശേഷം വേറൊരു ബുൾ റണ്ണ് ആരംഭിക്കുന്നത് കഴിഞ്ഞ മാർച്ചിലാണ്. അതിനുശേഷം ചെറിയ തിരുത്തുകളിൽ വന്നു. പിന്നെ അതിനുശേഷം വീണ്ടും കയറിപ്പോയിട്ടുണ്ട്. എല്ലാ കാലത്തും നമുക്ക് നോക്കിയാൽ അറിയാം മാർക്കറ്റ് അങ്ങനെ ബുൾ റണ്ണിൽ അങ്ങനെ കയറി പോകാനായിട്ട് സാധ്യതയില്ല. ഒരു തിരുത്തലുകൾ എന്തായാലും അത്യാവശ്യമാണ്. അത് മാർക്കറ്റിൻ്റെ ആ സ്റ്റെബിലിറ്റിക്ക് അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ഒരു തിരുത്തലുകൾ നല്ലതാണ്. അതുകൂടാതെ ആ തിരുത്തലുകൾ വരുമ്പോൾ നമുക്ക് നല്ല ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയ ഓഹരികൾ മേടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് തിരുത്തലുകളിൽ വരുന്നത്. അത് നമ്മൾ എന്തായാലും മനസ്സിലാക്കുക. തിരുത്തലുകളും ബുൾ റണ്ണും കൺസോളിഡേഷനും ഈ മാർക്കറ്റിൽ പറഞ്ഞിട്ടുള്ളതാണെന്നുള്ളത് നമ്മളെ പുതിയ ഇൻവെസ്റ്റേഴ്സ് മനസ്സിൽ കുറിച്ച് വയ്ക്കുക. നമ്മളുടെ ഈ ബുൾ റണ്ണിൽ പിടുത്തം വിട്ട് കയറിപ്പോയതുകൊണ്ട് മൊത്തത്തിൽ വിപണിയുടെ പല കമ്പനികളുടെയും ഓഹരി മൂല്യം അർഹതപ്പെട്ടതിലും ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ നിഫ്റ്റി ഇത്രയും കയറി നിൽക്കുന്നു. ഇനി കയറുമോ ഇല്ലെന്ന് നമുക്ക് പറയാൻ. ഇത്രയും കയറി നിൽക്കുമ്പോൾ 2 ഓപ്പർച്യൂണിറ്റി കാണുന്നു. ഒന്നാമത്തേത് ഇലക്ഷന് മുമ്പ് ചെറിയൊരു കറക്ഷൻ വന്നിട്ട് ഇലക്ഷൻ്റെ ആ സമയത്തോടുകൂടി, അതായത് എക്സിറ്റ് പോള് ആ സമയത്തോടുകൂടി നന്നായിട്ട് കയറിപ്പോയിട്ട് ആ റിസൾട്ട് തന്നെ, അതായത് എക്സിറ്റ് പോളിൽ വന്ന റിസൾട്ട് തന്നെയാണ് വരും സർക്കാരുകൾ രൂപീകരിക്കുന്നത് വരുമ്പോൾ വീണ്ടും അവിടെ നിന്നൊരു കയറ്റവും നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ മാർക്കറ്റ് ഇലക്ഷൻ വരെ ഒരു കൺസോളിഡേഷൻ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇലക്ഷന് ശേഷം നല്ലൊരു കുതിപ്പും, അതിനുശേഷം ഇലക്ഷൻ റിസൾട്ട് വന്ന് പുതിയ സർക്കാർ കയറിയതിന് ശേഷം നല്ലൊരു താഴ്ചയും ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ, ഈ താഴ്ചകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നല്ല ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയ കുറച്ച് ഷെയർസ് നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഇപ്പോഴേ ആഡ് ചെയ്ത് വയ്ക്കുക. നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ടായ ഷെയർസ്. അപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്, ആ സമയത്ത് നമുക്ക് പ്രയോജനപ്പെടാം. നിക്ഷേപകർക്ക് നല്ല ഓഹരികൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനുള്ള അവസരമാണ് ആ കറക്ഷൻ മൂലം നമുക്ക് കിട്ടുന്നത്. ഒരു ഡിസ്കൗണ്ട് സെയിൽ, ഇപ്പോൾ ഓണം വിഷുവൊക്കെ ആകുമ്പോൾ തുണിക്കടകൾ ഡിസ്കൗണ്ട് സെയിൽ ഇടൂലേ, അതുപോലെ ഒരു ഡിസ്കൗണ്ട് സെയിലായിട്ട് ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ കമ്പനിയുടെ ബിസിനസ് അടിത്തറയും ഭാവി സാധ്യതയും നല്ലതാണെങ്കിൽ കയ്യിലുള്ള ഓഹരി ക്ഷമയോടെ നിലനിർത്താം നമുക്ക്. അപ്പോൾ നമ്മളുടെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയ കമ്പനികൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നല്ല എൻട്രി എടുക്കാം ആ സമയത്ത്. അല്ലാതെ നമ്മൾ കയ്യിലുള്ള ഓഹരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പ്രോഫിറ്റ് ബുക്കിങ് നമ്മൾ എപ്പോഴും ഒരു നിശ്ചിത ശതമാനം കിട്ടിക്കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരു 8 കാര്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ 8 കാര്യങ്ങൾ. ഒരു കറക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബുൾ റണ്ണിൻ്റെ അവസാനമോ ഒരു 8 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് നോക്കാം 8 കാര്യങ്ങൾ എന്തൊക്കെയാണ്.
ആദ്യത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് കൃത്യമായി പാലിക്കുക. ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇടും. അപ്പോൾ കുറച്ച് ഒരു 5% 10% കയറുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒന്ന് കയറ്റി വയ്ക്കുക. അപ്പോൾ ഉദാഹരണത്തിന് 100 രൂപയുടെ ഷെയർ നമ്മൾ മേടിച്ചു, 90 രൂപയാണ് അതിൻ്റെ സപ്പോർട്ട് സ്റ്റോപ്പ് ലോസ് കിട്ടുക. 110 ആകുമ്പോൾ ആ സ്റ്റോപ്പ് ലോസ് കയറ്റിയിട്ട് 100ലേക്ക് വയ്ക്കുക. അപ്പോൾ നമുക്ക് അവിടെ റിസ്ക് കുറയും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് കൃത്യമായി വയ്ക്കുകയും അത് കർശനമായി പാലിക്കുകയും ചെയ്യുക. സ്റ്റോപ്പ് ലോസ് വെറുതെ മനസ്സിൽ ഇട്ടാൽ മതി. ആ റേഞ്ച് വരുമ്പോൾ അത് വിറ്റ് മാറാനുള്ള മാനസിക സ്ഥിതി നമ്മൾ പ്രയോജനപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അനുയോജ്യമായ അവസരങ്ങളിൽ വിറ്റ് ലാഭമെടുത്ത് അടുത്ത അവസരം, അതായത് ഒരു നിശ്ചിത പ്രോഫിറ്റ് ഒരു കുറഞ്ഞ ടൈമിൽ നമുക്കൊരു 20% 30% ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും കിട്ടാനായി അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ചിലപ്പോൾ നമ്മൾ വിൽക്കുന്ന നേരത്തായിരിക്കും പുതിയ ബൈ ഓർഡേഴ്സ് അല്ലെങ്കിൽ ബൈ റെക്കമെൻഡേഷൻ ഒക്കെ വരും. അതിൽ നമ്മൾ പകച്ച് നിൽക്കേണ്ട കാര്യമില്ല. അതായത് മനസ്സ് ചാഞ്ചാടി നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയോ ആ സമയത്ത് അത് വിറ്റ് മാറിയിട്ട് അടുത്ത അവസരത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ടെക്നിക്കൽ പറയും. പെന്നി ഷെയർസ് നമുക്ക് കുറേ ഷെയർസ് ഉണ്ട് പെന്നി. അപ്പോൾ അനാവശ്യമായ പെന്നി ഷെയർസ് പോയി തലവയ്ക്കാതെ ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് നൽകാത്തതോ അല്ലെങ്കിൽ അടിത്തറ ശക്തമല്ലാത്ത പെന്നി സ്റ്റോക്കുകൾ ഒരിക്കലും നിക്ഷേപിക്കാതിരിക്കുക. അതായത് പെന്നി സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ ഒരു ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് വേണ്ടെങ്കിൽ നമുക്ക് അതിലൊരു എൻട്രി എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നല്ല രീതിയിൽ കയറിപ്പോയി ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് കയറിപ്പോയി അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്ത കടത്തിൽ മുങ്ങി നിൽക്കുന്ന പെന്നി സ്റ്റോക്കുകളിൽ നമ്മൾ പോയിട്ട് തലവെച്ച് കൊടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അതുകൂടാതെ ഒരുപാട് കയറിപ്പോയ സ്റ്റോക്കുകളിൽ പുതിയ എൻട്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് NHBC നന്നായിട്ട് കയറിപ്പോയി. ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ റേറ്റില്ല. അപ്പോൾ അത് ഇപ്പോൾ ഒരു എൻട്രിക്ക് അത് അഭികാമ. അതുപോലെ റെയിൽവേ സ്റ്റോക്കുകൾ നന്നായിട്ട് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് വരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. അല്ലാണ്ട് കയറി പോകുന്ന സ്റ്റോക്കിൽ നമ്മൾ പറയില്ല ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഒരു ചാടിക്കയറേണ്ട കാര്യമില്ല. ട്രെയിൻ പതുക്കെ ഒന്ന് സ്ലോ ചെയ്തിട്ട് പതുക്കെ വീണ്ടും അടുത്ത കുതിപ്പിന് സ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കയറിയിട്ട് അവിടെ സീറ്റിൽ ക്ഷമയോടെ കൂടിയിരിക്കുക. നമ്മൊരു സ്റ്റോക്ക് മേടിച്ചു, അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കില്ല. നമ്മൊരു ബ്രേക്ക് ഔട്ട് കണ്ട് മേടിച്ചു, നമ്മൾ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസിൽ അത് വിറ്റ് മാറാനായിട്ട് മാനസിക സ്ഥിതി നമ്മൾ അനുവദിക്കില്ല. അങ്ങനത്തെ സ്റ്റോക്കുകളിൽ ഒരിക്കലും ആവറേജ് ചെയ്തിട്ട് ഫണ്ട് കുടുക്കിയെടുക്കാനായിട്ട് നിൽക്കരുത് ഒരിക്കലും. അങ്ങനെ നമ്മൾ ഒരു ഷെയർസിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതാണ്, നമ്മളെ ഫണ്ട് അവിടെ ലോക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളെ കൃത്യമായ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ഉള്ള ഷെയർസ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല. ഫണ്ടമെൻ്റൽ സ്ട്രോങ് അല്ലാത്തതിന് വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് നമ്മളെ വളരെയധികം അത് പെയിൻഫുള്ള് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഫണ്ടമെൻ്റലി ശക്തമല്ലാത്ത ഓഹരികളിൽ ഒരിക്കലും ആവറേജ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അതുകൂടാതെ സെക്ടർ ട്രെൻഡ് നമ്മൾ മാറുന്നതായിട്ട് ശ്രദ്ധിക്കുക. ഓരോ സെക്ടർ, ചില സമയത്ത് IT സെക്ടറായിരിക്കും മൂവ്മെൻറ്റ്, ചില സമയത്ത് ബാങ്കിങ് സെക്ടറായിരിക്കും മൂവ്മെൻറ്റ്. അത് ഏത് സെക്ടറാണ് ആ സമയത്ത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്നത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് നല്ലതാണ്. പുതിയ ട്രേഡേഴ്സ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ചെയ്യുന്നത് പഠിച്ചിട്ട് മാത്രം ചെയ്യുക. നമുക്കറിയാലോ ഓപ്ഷൻ ട്രേഡിങ് കിട്ടുമ്പോൾ നല്ല ലാഭവും പോകുമ്പോൾ അതിനനുസരിച്ച് നഷ്ടവും ഉണ്ടാകുന്ന ഒരു വലിയ ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് ഓപ്ഷൻ ട്രേഡിങ്. അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ വൈദഗ്ധ്യമില്ലാതെ, അതായത് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നതും ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നതും നമ്മൾ സാധാരണ ക്യാഷ് മാർക്കറ്റ് പോലെയല്ല അതിൻ്റെ സ്ഥിതികൾ. അപ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ട് മാത്രമേ ഇതിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുള്ളൂ. ഒന്ന് പ്രത്യേകം ഓർമ്മിക്കുക, അത് ഇരുതല മുറിച്ചുള്ള ഒരു വാളാണ്. അവസാനമായിട്ട് പറയുകയാണ്, നമ്മൾ കയ്യിലുള്ള ഫണ്ട് മുഴുവനും ഏതെങ്കിലും ഒരു സമയത്ത് ഫുള്ള് കൊണ്ട് എൻട്രി ചെയ്യാതെ ഘട്ടം ഘട്ടമായി, നമ്മളിൽ ഇപ്പോൾ 1 ലക്ഷം ഉണ്ടെങ്കിൽ കുറച്ച് ഒരു 25% ഒരു ബുൾ റണ്ണിൽ കുറച്ച് എൻട്രി ചെയ്യുക, പിന്നെ അടുത്തൊരു ബുൾ റണ്ണിൽ കുറച്ചും കൂടിയും എൻട്രി ചെയ്യുക. അങ്ങനെ വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് എൻട്രി ചെയ്യുക. അത് പലതരം സെക്ടേഴ്സിൽ ആയിട്ടിടുക. ബാങ്കിങ് അല്ലെങ്കിൽ മറ്റ് IT സെക്ടർ, അങ്ങനെ എല്ലാ ഫണ്ടും കൊണ്ട് നമ്മൾ ബാങ്കിങ് സെക്ടറിൽ മാത്രം ഇടാതെ പല ടൈമിലായിട്ട് നമ്മൾ എൻട്രി ചെയ്യുക. അപ്പോൾ നമുക്ക് ലോസ് സാധ്യത വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 8 കാര്യങ്ങൾ നമ്മൾ ഒന്ന് കുറിച്ച് വയ്ക്കുകയോ മനസ്സിൽ ഓർമ്മിപ്പിക്കുകയോ ചെയ്യുക പുതിയ ട്രേഡേഴ്സ്. അപ്പോൾ അവർക്കത് ഭാവിയിലേക്ക് നല്ല ഉപകാരപ്രദമാണ്. മാർക്കറ്റ് എന്നുമുണ്ട്, മനുഷ്യനുള്ള കാലത്തോളം മാർക്കറ്റ് അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ചിട്ട് നമ്മൾ ഒരു
ഒരു പ്രാന്തനെ പോലെ മാർക്കറ്റിന് പിന്നാലെ ഓടേണ്ട ഒരു കാര്യമില്ല. നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരും, അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് ഇതിൽ അഭികാമ്യം, നമുക്ക് വിജയിക്കാനുള്ള അഭികാമ്യം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തൊട്ടടുത്ത സുഹൃത്തിന് ഒന്ന് ഷെയർ ചെയ്താൽ അവർക്കും കൂടി ഇതൊരു ഉപകാരപ്രദമായ കാര്യം ആര് പറഞ്ഞാലും, ഞാനല്ല ആര് പറഞ്ഞാലും അത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു നല്ലൊരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അത് നമുക്ക് ഭാവിയിൽ നല്ല രീതിയിൽ ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ഒരു സുഹൃത്തിന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനും അതൊരു ഉപകാരപ്രദമാകും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നല്ല പ്രോഫിറ്റ് ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു.